ചൈനയിലെ രഹസ്യ സൈനിക കേന്ദ്രത്തിൽ സന്ദർശനം നടത്തി പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി. പാക് സൈന്യത്തിന്റെ ഭരണഘടനാപരമായ തലവൻ കൂടിയായ അദ്ദേഹം ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയിലാണ് സന്ദർശനം നടത്തിയത്. AYCയിലെ അത്യാധുനികമായ സൈനിക ഉപകരണങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പുതിയ യുദ്ധവിമാനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് പ്രത്യേക വിവരണം ലഭിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതാദ്യമായാണ് ഒരു വിദേശ രാജ്യ തലവൻ ഈ കേന്ദ്രം സന്ദർശിക്കുന്നത്. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലേവാൾ ഭൂട്ടോ സർദാരി, പ്രഥമ വനിത ആസിഫ് ഭൂട്ടോ സർദാരി എന്നിവരും ആസിഫ് അൽ സർദാരിക്കൊപ്പമുണ്ടായിരുന്നു. J-10 യുദ്ധവിമാനം, പാകിസ്ഥാനുമായി ചേർന്നുള്ള JF-17 തണ്ടറിന്റെ നിർമ്മാണം, J-20 സ്റ്റെൽത്ത് 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ നിർമ്മാണ പുരോഗതി എന്നിവ ഉൾപ്പെടെ AYCയുടെ അത്യാധുനിക ശേഷികളെക്കുറിച്ച് വിവരിച്ചു നൽകുന്നതിനായി അദ്ദേഹത്തിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. 10 ദിവസത്തെ സന്ദർശനത്തിനായാണ് സർദാരി ചൈനയിലെത്തിയിട്ടുള്ളത്. സർദാരിയുടെ AYC സന്ദർശനവും പാക് പട്ടാള മേധാവി അസീം മുനീർ ഈയടുത്ത് നടത്തിയ ബെയ്ജിംഗ് സന്ദർശനവും ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ച സൈനിക നഷ്ടങ്ങൾക്ക് പകരം പുതിയവ കണ്ടെത്താനുള്ള പാക് സൈന്യത്തിന്റെ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, സൈനിക മേധാവി അസീം മുനീർ എന്നിവരുടെ ചൈനീസ് സന്ദർശനത്തിന് പിന്നാലെയാണ് ആസിഫ് അലി സർദാരിയും ചൈന സന്ദർശിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച 81% യുദ്ധോപകരണങ്ങളും ചൈന നൽകിയതാണെന്ന് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു.